ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്. ശരീരത്തിലുണ്ടായ പരിക്കുകളിൽ പലതും കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതാണ്. 13 വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. സീതയെ വനത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചതാണ് കഴുത്തിലെ പരിക്കിന് കാരണമെന്നും എസ്.പി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. സീതയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫർദർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. എലഫൻ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും ഒക്കെ. അതിനിടയ്ക്കിലും കുറേ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുന്നിടക്ക് പലതവണ വീണതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അത് ആനയുടെ അറ്റാക്കിൽ തന്നെ സംഭവിച്ചിട്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇതും കൂടാതെ ഇവരുടെ ഫോൺ കോൾസും മറ്റുമൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മകൻ തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ ഏത് സ്ഥലമാണെന്നൊക്കെ ഉള്ളത്. അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ് ആന കുത്തിയെന്നുള്ളത്. കാട്ടാന ആക്രമണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് പ്രതിസന്ധിയിലായി. സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയെന്നാണ് വനമന്ത്രിയും DFOയും നേരത്തെ പറഞ്ഞത്. വന്യജീവിയുടെ ആക്രമണം മൂലമല്ല ആ കൊലപാതകം ഉണ്ടായിട്ടുള്ളതെന്നും സ്വന്തം ഭർത്താവ് തന്നെ ആ സ്ത്രീയെ കൊന്നതിന് ശേഷം അദ്ദേഹം തന്നെ ആശുപത്രിയിലെത്തിച്ച് കാട്ടാനയുടെ ആക്രമണം മൂലമാണ് മരണമുണ്ടായതെന്ന് ആശുപത്രി അധികൃതരെയും മറ്റുള്ളവരെയും അറിയിക്കാനുണ്ടായത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിനെ പ്രതിയിൽ കയറ്റാനാണ് എല്ലാവരും പതിവ് പോലെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എല്ലാം വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ നടക്കുന്നതാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ട് വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ കയറുന്നൊരു പ്രവണതയാണ് കഴിഞ്ഞ ദിവസം വരെ നമുക്ക് കാണാനിടയായത്. വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയെങ്കിലും കാത്തിരിക്കണം. ഈ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നതിനെ തുടർന്ന് കാട്ടിനുള്ളിലാണോ പുറത്താണോ നോക്കുന്നത് നഷ്ടപരിഹാരം കൊടുക്കുക. ഇപ്പം ഇന്നലെ നഷ്ടപരിഹാരം കൊടുക്കാനാണ് വരും. ആർക്കാ കൊടുക്കുക? പീരുമേട് തോട്ടാപുര റിസർവ് വനത്തിനകത്ത് സീത എന്ന സ്ത്രീയെ ആന കൊലപ്പെടുത്തി എന്ന നിലയിൽ ഇന്നലെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവത്തിൽ വനംവകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. മാത്രവുമല്ല മാരകമായ മുറിവുകളൊന്നും പുറമെ കാണുവാനും ഇല്ലായിരുന്നു. കുറച്ച് ദൂരം നടന്നാണ് വന്നതെന്നാണ് ശ്രീ ബിനുവിൻ്റെ മൊഴിയിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് വീഴാറായപ്പോൾ എടുത്തുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറ്റി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. ഈ ഒരു പരിക്കുകളൊന്നും ശ്രീ ബിനുവിന്റെ ശരീരത്തിൽ കാണാത്തതിനാൽ ശ്രീ ബിനുവിനെ വിശദമായിട്ടുള്ള വൈദ്യപരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. രാഹുൽ സുരേഷ് ചേരുന്നു നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, വനം മന്ത്രിയും DFOയും നേരത്തെ സീതയുടെ ഭർത്താവ് ബിനുവിനെ കൊലയാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വീണ്ടും കേട്ടത്. ഇപ്പോൾ കഥ മാറി. ഇപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലേ? ബിനുവിനെ കുറ്റം പറഞ്ഞവർ കാട്ടാനയാണ് കൊന്നതെന്ന് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ എടുക്കുന്ന നിലപാടെന്താണ് രാഹുൽ? സുജി, അന്ന് സീത മരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കോട്ടയം DFOയും വനം മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനും ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അതായത് സീതയുടെ ഭർത്താവായിട്ടുള്ള ബിനുവാണ് സീതയെ കൊലപ്പെടുത്തിയത്, കാട്ടാനയുടെ ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്നായിരുന്നു അന്ന് വനം മന്ത്രിയും DFOയും പറഞ്ഞത്. DFO പറയാനുണ്ടായ കാരണം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് പോയി പരിശോധന നടത്തിയപ്പോൾ കാട്ടാന അവിടെ എത്തിയതിന്റെ യാതൊരു തെളിവുകളും ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. വനം മന്ത്രിയും DFOയുടെ ഈ പ്രതികരണം ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയിരുന്നു. ഒരാവശ്യവുമില്ലാതെ വനം വകുപ്പിനെ കുറ്റപ്പെടുത്തുക അന്ന് ബിനുവാണ് ഈ സീതയെ കൊലപ്പെടുത്തിയതെന്ന് അന്ന് വനമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇടുക്കി SP ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സീത കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണ്. ശരീരത്തിലുണ്ടായ പാടുകൾ പലതും കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതാണ്. ആക്രമണം ഉണ്ടായ ശേഷം ഈ നാട്ടിലേക്ക് ചുമന്നുകൊണ്ടാണ് വന്നത്. അന്ന് നടക്കാൻ പോലും കഴിയാത്തൊരു പാതയിലൂടെയാണ് സീതയെ രക്ഷപ്പെടുത്തി അന്ന് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത്. പലപ്പോഴും സീതയുമായി വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് സീതയുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായതും ഈ വാരിയെല്ലുകൾ ഒക്കെ ഒടിഞ്ഞതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേസമയം ഇത്തരത്തിൽ പോലീസ് അന്വേഷണം നടത്തിയ ശേഷം പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ ഇനി എന്ത് നിലപാട് വനം വകുപ്പ് സ്വീകരിക്കും എന്നതാണ് കാത്തിരിക്കേണ്ടത്. വനം മന്ത്രിയുടെ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പലതവണ നമുക്ക് എടുക്കണം രാഹുൽ സുരേഷ്. കാരണം ഇത്രയും വിചിത്രമായ ന്യായീകരണങ്ങൾ ഒരു ആദിവാസി സ്ത്രീയുടെ മരണത്തിൽ ഭർത്താവിന്റെ മേൽ ആ പഴിയിട്ട് ആനയല്ലെന്ന് വരുത്തി മാറ്റാനായിട്ട് വനമന്ത്രിക്ക് എന്തൊരാവേശമായിരുന്നു. ഇപ്പോൾ ആന തന്നെയാണ് എന്ന് ബോധ്യമാകുമ്പോൾ ആ ആവേശം കാണുന്നുമില്ലല്ലോ. അതിനൊരു ഉത്തരം വേണം മന്ത്രി AK ശശീന്ദ്രനിൽ നിന്ന്.